കൊറോണയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും സ്ട്രെയിനും അനുഭവിച്ച SSLC ബാച്ച് അതാണ് 2025 2026. വെറുതെ പറയുന്നതല്ല. ടെക്സ്റ്റ് ബുക്ക് മാറ്റി പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ ചോദ്യപേപ്പറിന്റെ നിലവാരം ഉയർത്തി കുട്ടികളെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റിയ ആദ്യത്തെ എക്സ്പെരിമെന്റൽ ബാച്ച് അത് ഈ കൊല്ലത്തെ SSLC കഴിഞ്ഞ കുട്ടികളാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ കുട്ടികളുടെ റിസൾട്ട് വരിക ഇത്രയും കഷ്ടപ്പാടുകളിലൂടെ പരീക്ഷണ വസ്തുവായി പോയ ഈ SSLC കുട്ടിയുടെ റിസൾട്ട് വരുമ്പോൾ ഒരു A+ കുറഞ്ഞാൽ പോലും നിങ്ങൾ അവരെ വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത്. തമാശ പറയല്ല, ഒരു വാക്ക് കൊണ്ട് പോലും നിങ്ങൾ അവരെ മനസ്സിന് കട്ടിയുണ്ടാക്കരുത്, വേദനിപ്പിക്കരുത്. കാരണം എന്താണെന്നറിയോ, 1.5 മണിക്കൂറിൻ്റെ പരീക്ഷാ പേപ്പറിലെ അവർ തോറ്റിട്ടുള്ളൂ. ജീവിതത്തിൻ്റെ പരീക്ഷാ പേപ്പർ തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ പരീക്ഷാ പേപ്പറിൽ ജയിച്ചവരാണോ? 10ാം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മളൊക്കെ എത്ര A+ വാങ്ങിയിട്ടുണ്ട്? എത്ര A+ വാങ്ങിയ ആൾക്കാർ ഇപ്പോൾ എവിടേക്ക് എത്തിയിട്ടുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. പത്രത്തിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫോട്ടോസ് വരുമ്പോഴും പല കമ്പനികളുടെ സിഇഒകളൊന്നും A+, 9 വാങ്ങിയവരല്ല. അതുകൊണ്ട് A+ൻ്റെ എണ്ണം കുറഞ്ഞത് കൊണ്ട് ഒരു കാരണവശാലും കുട്ടികളെ നിങ്ങൾ അതിൽ നിസ്സാഹപ്പെടുത്തരുത്. കിട്ടിയ മാർക്ക് കൊണ്ട് സന്തോഷത്തോടു കൂടി നിങ്ങൾ അവരെ ചേർത്ത് വെക്കണം. നാളെ നിങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ ഈ രക്തബന്ധമേ ഉണ്ടാവുള്ളൂ. അത് മാത്രമേ ഞാൻ ഓർമ്മപ്പെടുത്തുള്ളൂ.